പ്രമുഖ IT വ്യവസായി വേണുഗോപാലകൃഷ്ണനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ സംശയം ഉന്നയിച്ച് സുപ്രീം കോടതി. ഒന്നുകിൽ പരാതിക്കാരിയും വേണുഗോപാലകൃഷ്ണനും തമ്മിൽ നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരിക്കാമെന്നും അതല്ല എങ്കിൽ പരാതി കെട്ടിച്ചമച്ചതാണെന്നുമാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിരീക്ഷിച്ചത്. പരാതി നൽകാൻ 1 വർഷത്തെ കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നും സുപ്രീം കോടതി ആരാഞ്ഞു. വേണുഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് BV നാഗരത്നയും ജസ്റ്റിസ് KV വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ച് ഈ പരാതിയിലെ ആധികാരികതയിൽ സംശയം ഉന്നയിച്ചിരിക്കുന്നത്. പരാതിക്കാരിക്കെതിരെ നേരത്തെ ഹണി ട്രാപ്പ് കേസ് വേണുഗോപാലകൃഷ്ണൻ നൽകിയിട്ടുണ്ടെന്നും അതിന് പകരമായിട്ടാണ് ഇത്തരമൊരു പരാതി നൽകിയതെന്നുമാണ് വേണുഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകരായ മുകുൾ റോത്തക്കിയും രാഗേതു ബസന്തും ഇന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത്. പരാതി കെട്ടിച്ചമച്ചതാണെന്നും ഇരുവരും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട പരാതിയിലുള്ള സംശയം കോടതി ആരാഞ്ഞത്. ഈ കേസ് മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിച്ചുകൂടെ എന്നും സുപ്രീം കോടതി ആരാഞ്ഞു. ഈ കേസ് തുടർന്ന് സുപ്രീം കോടതിയുടെ മീഡിയേഷൻ സെൻറ്ററിൻ്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. ജനുവരി 7-ന് വേണുഗോപാലകൃഷ്ണനോടും പരാതിക്കാരിയോടും നേരിട്ട് മീഡിയേഷൻ സെൻറ്ററിന് മുമ്പാകെ ഹാജരാകുവാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരിട്ട് ഹാജരായില്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാനുള്ള ഒരു അവസരവും ഇരുവർക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇരുവരുടെയും ഭാഗം കേട്ടതിന് ശേഷം മീഡിയേറ്റർ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ച് ഇനി കേസ് പരിഗണിക്കുന്ന ഫെബ്രുവരി വരെ വേണുഗോപാലകൃഷ്ണന് അനുവദിച്ചിരുന്ന ഇടക്കാല ജാമ്യം തുടരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.